ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ബയോളജിയിലെ പുതിയൊരു ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താ? ജീവൽ പ്രക്രിയകളിലേക്ക്. അപ്പൊ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ജീവൽ പ്രക്രിയ എന്ന് പറയുന്ന സമയത്ത് അല്ലെ, ജീവനുള്ള ആൾക്കാരിൽ നടക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയയിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലെ. ജീവനുള്ള ആൾക്കാരും ഉണ്ട്, ജീവൻ ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ. ജീവൻ ഉള്ള ലിവിങ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ജീവൻ ഇല്ലാത്ത നോൺ ലിവിങ്. ജീവനുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാലോ. ആരൊക്കെയാ ജീവനുള്ള ആൾക്കാര്? മനുഷ്യന്മാർക്കൊക്കെ ജീവനുണ്ട്, പ്ലാന്റ്സിന് അല്ലെ, ചെടികൾക്കൊക്കെ ജീവനുണ്ട്, നമുക്ക് ചുറ്റുമുള്ള പട്ടി, പൂച്ച, ഇവർക്കൊക്കെ ജീവനുണ്ട്. ഇനി ജീവൻ ഇല്ലാത്ത ആൾക്കാര് അറിയാലോ നിങ്ങൾക്ക്. ടേബിള്, ചെയർ, പെൻ, പേപ്പർ, ഇങ്ങനെ ജീവൻ ഇല്ലാത്ത സാധനങ്ങളുണ്ട് അല്ലെ. അപ്പം ജീവനുള്ളവയും ഉണ്ട്, ജീവൻ ഇല്ലാത്തവയും ഉണ്ട്. അപ്പൊ ജീവനുള്ളവയെ ജീവൻ ഇല്ലാത്തവയിൽ നിന്നും വേർതിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവൻ ഉള്ള ആൾക്കാർ കാണിക്കുന്നതും ജീവൻ ഇല്ലാത്ത ആൾക്കാരും കാണിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? അതെ, ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വസിക്കണം അല്ലെ. നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയോ നമുക്ക് ഭക്ഷണം വേണം അല്ലെ. നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ജീവനുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഭക്ഷണം കിട്ടണം. പിന്നെയോ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലനം അല്ലെ, നമുക്ക് നടക്കാനും കൈയൊക്കെ അനക്കാനൊക്കെ പറ്റുന്നുണ്ട്, ചലനം നമുക്ക് പറ്റുന്നുണ്ട്. ഇതൊന്നും ജീവൻ ഇല്ലാത്ത ആൾക്കാർക്ക് പറ്റുമോ? ഒരു ടേബിളിന് വിചാരിച്ചു കഴിഞ്ഞാല് അതിരിക്കുന്ന സ്ഥലത്ത് നിന്നും അതിനൊന്ന് തിരുവനന്തപുരം വരെ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ആ ടേബിളിന് നടന്നു പോകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പം ജീവനുള്ള ആൾക്കാർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്, ജീവൻ ഇല്ലാത്ത ആൾക്കാർക്ക് വേറെ ചില ഇതിൽ നിന്നും വേർതിരിക്കുന്ന വേറെ കാര്യങ്ങളും ഉണ്ട് അല്ലെ. അപ്പം ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും. ജീവനുള്ള ആൾക്കാർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൽ പല പല പ്രതിഭാസങ്ങൾ അല്ലെ, പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവൻ നിലനിർത്തി കൊണ്ടുപോകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. 9ാം ക്ലാസ്സിലുള്ള ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജീവൽ പ്രക്രിയകളിലേക്ക്. ഓക്കെ, സോ ചലനം ഞാൻ പറഞ്ഞു അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും, കൈയും കാലൊക്കെ അനക്കാൻ പറ്റും. ഇതൊക്കെ എന്തിലാ? നമുക്ക് നീന്താൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും. അതൊക്കെ എന്തിൽ വന്നു? ചലനത്തിൽ വന്നു. പിന്നെ പ്രതികരണം അല്ലെ, നമുക്ക് പ്രതികരണ ശേഷി ഉണ്ട് അല്ലെ, പ്രതികരിക്കാൻ പറ്റും. ഇപ്പൊ തീയിലൊക്കെ കൈ വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും. എന്താ ചെയ്യുക? തീയൊക്കെ അറിയാതെ നമ്മുടെ കയ്യിൽ ചൂടൊക്കെ പറ്റി കഴിഞ്ഞാൽ നമ്മൾ കൈ പെട്ടെന്ന് വലിക്കും അല്ലെ. അപ്പം അങ്ങനെ ആ രീതിയിലുള്ള പ്രതികരണം. സസ്യങ്ങളാണെന്നുണ്ടെങ്കിലോ അവർക്ക് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഡയറക്ഷനിൽ അവരെന്ത് ചെയ്യും? പ്രതികരണം നടത്തുന്നുണ്ട് അല്ലെ, അവരുടെ വളർച്ചയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ പ്രതികരണം എന്ന് പറയുന്നതും ചലനം എന്ന് പറയുന്നതും ശ്വസനം അല്ലെ, ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഉച്ഛ്വാസം എന്നും നിശ്വാസം എന്നൊക്കെ പറയും കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. ശ്വസനം പഠിക്കാനുണ്ട്, ശ്വസന വ്യവസ്ഥകളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ശ്വസനം, വളർച്ച അല്ലെ, കുഞ്ഞി വാവയായിരിക്കുന്ന സമയത്തുള്ള നമ്മളാണോ നമ്മൾ വലുതായ സമയത്ത്? ഇപ്പൊ നിങ്ങൾ ചെറിയ വാവേനെ പോലെയാണോ നിങ്ങളുള്ളത്? അല്ല അല്ലെ, നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ടായില്ലേ, നിങ്ങൾ വളർന്ന് വന്നു. അതാ പറയുന്നത് ജീവനുള്ള ആൾക്കാർക്ക് എന്തുണ്ട്? വളർച്ചയുണ്ട്. ആൻഡ് പ്രത്യുൽപാദനം. എന്താ മക്കളെ പ്രത്യുൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? വലിയ ആൾക്കാർക്ക് എന്തുണ്ടാവും? അവരെ പോലെ തന്നെ കൈയും കാലൊക്കെ ഉള്ള ചെറിയ ചെറിയ കുഞ്ഞിവാവയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പം അത് ജീവനുള്ള ആൾക്കാർക്ക് മാത്രല്ലേ പറ്റുള്ളൂ. ഈ പേനയ്ക്ക്, ജീവനില്ലാത്ത ഈ പേനയ്ക്ക് ഇതിനേക്കാളും ജീവനില്ലാത്ത ഒരു കുഞ്ഞി പേനേനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ ഒറ്റയ്ക്ക്? ഇല്ല. അപ്പം ജീവനുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തിനുള്ള കഴിവുള്ളൂ? പ്രത്യുൽപാദനത്തിനുള്ള കഴിവുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ജീവന്റെ ലക്ഷണങ്ങൾ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? ജീവലക്ഷണങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ജീവലക്ഷണങ്ങളുടെ അകത്ത് എന്തൊക്കെയാ പഠിച്ചത്? ചലനമുണ്ട്, പ്രതികരണമുണ്ട്, ശ്വസനമുണ്ട്, വളർച്ചയുണ്ട്, പ്രത്യുൽപാദനമുണ്ട്. ഇതൊക്കെ ജീവലക്ഷണങ്ങളാണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇനിയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റും അല്ലെ. നമുക്ക് എന്തൊക്കെയുണ്ട് അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഭക്ഷണം വേണം അല്ലെ, നമുക്ക് വിസർജനമുണ്ട്,
വിസർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ നമ്മളെ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുന്നുണ്ട് അല്ലെ? അപ്പം അതിനെയാണ് വിസർജനം എന്ന് പറയാ. ആൻഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളെ കഴിക്കുന്ന വലിയ ഫുഡൊക്കെ ഉണ്ടാവും അല്ലെ? ചിക്കൻ ബിരിയാണി ഒക്കെ നമ്മൾ കഴിക്കും. അത്രയും വലിയ ഫുഡിനെയൊക്കെ നമ്മളെ കുഞ്ഞു കുഞ്ഞു സെല്ലുകളല്ലേ നമ്മുടെ ശരീരത്തിൽ, ചെറിയ ചെറിയ കോശങ്ങൾ കൊണ്ടല്ലേ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കോശങ്ങൾക്കൊക്കെ വേണ്ട പോഷക ഘടകങ്ങള് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. ആൻഡ് അങ്ങനെ വലിയ ചിക്കൻ ബിരിയാണിയിലൊക്കെയുള്ള പോഷക ഘടകങ്ങളെ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതാണ് ദഹനം അല്ലെ? അപ്പം വിസർജനം നടക്കുന്നുണ്ട്, ദഹനം നടക്കുന്നുണ്ട്, പിന്നെയോ രക്തചംക്രമണം നടക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ്, നമ്മുടെ ശരീരത്തിലൊക്കെ ബ്ലഡ് ഉണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അപ്പം രക്തചംക്രമണ വ്യവസ്ഥയൊക്കെ നമുക്കുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജീവലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ജീവലക്ഷണങ്ങൾ. യെസ്. ഇനി കോശം. എല്ലാ മക്കൾക്കും അറിയാം എന്താ കോശം എന്ന് അല്ലെ? എന്താ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയ 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 കോശങ്ങള് കൊണ്ടാണ് അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളുണ്ട്. ഓരോ സ്ഥലത്തിലും ഓരോരോ കോശങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ഇത് നിങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റണം. എന്താ? ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് എന്ത്? കോശം. നമുക്ക് ജീവന്റെ ഘടനാപരവും നമ്മുടെ ജീവൻ ഉണ്ടാക്കിയിട്ടുള്ള ഘടനയിലും അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെ, ഫങ്ഷൻസ്, അതിനെന്താ പറയാ, ധർമ്മങ്ങളുമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ ആരെ കൊണ്ടാണ്? കോശങ്ങളെ ആയിട്ടാണ് അല്ലെ? അപ്പൊ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് അല്ലെ? സോ ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് ആര് മക്കളെ? കോശങ്ങൾ. ആൻഡ് കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കണം. ഇപ്പം ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിക്കുന്ന ചിക്കൻ ബിരിയാണി നമ്മൾ പറഞ്ഞു അല്ലെ, ചിക്കൻ ബിരിയാണി ആയിട്ടല്ല അല്ലെ ശരീരത്തിൽ എടുക്കുന്നത്. ചിക്കൻ ബിരിയാണി നമ്മൾ ഫസ്റ്റ് വായിൽ നിന്നൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് ആമാശയത്തിലെത്തി അങ്ങനെ എന്താകുന്നുണ്ട്? ലാസ്റ്റ് ഏറ്റവും ചെറിയൊരു ഫോമിലേക്ക് മാറുന്നുണ്ട് അല്ലെ? അപ്പം ഇതിനൊക്കെ എന്ത് വേണം? രാസപരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല പ്രവർത്തനങ്ങളും ശരീരത്തിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ കോശങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പോഷക ഘടകങ്ങളെ എടുക്കണം അല്ലെ? നമ്മൾ ഭക്ഷണം കഴിച്ച് കിട്ടുന്ന സാധനത്തിനൊക്കെ നമുക്ക് ഓരോ കോശത്തിലും കൊണ്ടുപോയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? കോശങ്ങളിൽ വെച്ചിട്ടാണ് അല്ലെ? അപ്പം ജീവന്റെ ധർമ്മപരവും അടിസ്ഥാനപരവുമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്താണ്? കോശങ്ങളാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ജീവന്റെ എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? കോശങ്ങളിൽ വെച്ചാണ്. ഓക്കെ. സോ കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഈ കോശങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? അപ്പം ഇതാണ് നമ്മുടെ ഒരു ശരീരത്തിലുള്ള കോശം എന്ന് വിചാരിക്കുക. ഇതൊരു കോശമാണ്. വേറെയും കോശങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് എന്തുണ്ട്? കുറെ കോശങ്ങളുണ്ട്. ഇങ്ങനെ കോശങ്ങളുണ്ട്. കോശത്തിന് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? കോശത്തിന്റെ ഉള്ളില് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് ആണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ വീട്ടില് നിങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് അല്ലെ? അപ്പൊ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നിങ്ങളുടെ പാരന്റ്സ് ആണ് അല്ലെ? അച്ഛനും അമ്മയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ ഒരു കോശത്തില് എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കോശത്തിന്റെ ന്യൂക്ലിയസ് ആണ് അല്ലെ? മർമ്മമാണ് എന്ത് തീരുമാനിക്കുന്നത്? കോശത്തില് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് മർമ്മമാണ്. അതുകൊണ്ട് തന്നെ കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. ഏതൊക്കെ തന്മാത്രകളാണ് മക്കളെ വേണ്ടത്? കാർബൺ വേണം. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ടാവും അല്ലെ? ഇതൊക്കെ നിങ്ങൾ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ നിങ്ങൾ കേട്ടതാണ് അല്ലെ? അപ്പൊ കാർബൺ വേണം, ഹൈഡ്രജൻ വേണം,
ഓക്സിജൻ വേണം, നൈട്രജൻ വേണം, ഫോസ്ഫറസ് വേണം, കാൽഷ്യം വേണം. എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കോശം അല്ലെങ്കിൽ കോശത്തില് ഏതൊക്കെ തന്മാത്രകളാണ് മക്കളെ ഉള്ളത് ഒന്ന് ഓർത്തു നോക്കിക്കേ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാൽഷ്യം അല്ലെ. ഇങ്ങനെ കുറെ തന്മാത്രകൾ വേണം നമ്മുടെ കോശത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള തന്മാത്രകൾ രൂപപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മള് പുതിയൊരു വാക്ക് പഠിക്കുകയാണ്. നിങ്ങൾ ജൈവ തന്മാത്രകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം. ജൈവ തന്മാത്രകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോമോളിക്യൂളുകൾ എന്ന്. ഈ വർഷത്തെ ടെക്സ്റ്റില് ജൈവ തന്മാത്രകൾ എന്നല്ല ഉള്ളത്, ബയോമോളിക്യൂളുകൾ എന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ബയോമോളിക്യൂളുകൾ എന്താണെന്നാണ് സിമ്പിൾ ആയിട്ട് ഓർക്കാൻ പറ്റും. ബയോ രണ്ട് വാക്കുകൾ വെച്ചിട്ടാണ് ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. എന്താ? ബയോയുമുണ്ട്, മോളിക്യൂളുകളുമുണ്ട്. ബയോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ബയോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ജീവശാസ്ത്രമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവശാസ്ത്രം. അപ്പൊ ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവനാണ് അല്ലെ. ജീവൻ, ജീവൻ, ലൈഫാണ് ബയോ. മോളിക്യൂളുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ മക്കളെ, എന്താ കെമിസ്ട്രിയിൽ കണ്ടിട്ടുണ്ട് അല്ലെ. ആറ്റങ്ങളും മോളിക്യൂളുകളും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ മോളിക്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്മാത്രകൾ അല്ലെ, ജീവന്റെ തന്മാത്രകളാണ്. അപ്പം ജീവൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തിനെ, അതിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ശരീരത്തിൽ ഏതെല്ലാം സാധനങ്ങളാണ് ബയോമോളിക്യൂളുകളായിട്ട് ആക്ട് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ബയോമോളിക്യൂളുകൾ. കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റിനെ നിങ്ങൾ ചിലപ്പം അന്നജം എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അന്നജം എന്ന് പഠിച്ചിട്ടുണ്ടാവും. പ്രോട്ടീനിനെ മാംസ്യം എന്ന് പഠിച്ചിട്ടുണ്ടാവും. മാംസ്യം, അന്നജം, മാംസ്യം. ലിപ്പിഡിനെ കൊഴുപ്പ് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ന്യൂക്ലിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഡെപ്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് പേര് എന്താന്ന് മാത്രം ഒന്ന് കേട്ടിരുന്നാൽ മതി. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? കോശങ്ങളുണ്ട്. കോശത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ന്യൂക്ലിക് ആസിഡുകളെ കാണാൻ പറ്റും. അപ്പം ലിപ്പിഡ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. അപ്പം ആരൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനി അന്നജം, മാംസ്യം ഇതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾ പുതിയ പേരുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്സ് എന്നിവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഓക്കെ, ജീവൻ ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള നിർമ്മാണ ഘടകങ്ങളാണ് ആരൊക്കെ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്. എന്നിവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവ ബയോമോളിക്യൂളുകൾ എന്നറിയപ്പെടുന്നു. അപ്പം എന്താ മക്കളെ ബയോമോളിക്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് എന്ത്? ബയോമോളിക്യൂളുകൾ. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. അപ്പം ജീവതന്മാത്ര അല്ലെങ്കിൽ ബയോമോളിക്യൂളുകൾ എന്താന്ന് ക്ലിയർ ആയോ എന്റെ മക്കൾക്ക്? യെസ്. ഇനി നിങ്ങൾക്ക് ബയോമോളിക്യൂളുകളുടെ കുറച്ച് പേരുകൾ ജസ്റ്റ് ഒന്ന് പഠിക്കണം. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ബയോമോളിക്യൂൾ എത്ര തരത്തിലാണ് നമ്മൾ പറഞ്ഞത്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട് അല്ലെ. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റ് തന്നെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ഇതിനെല്ലാത്തിനും നമുക്ക് എന്ത് പഠിക്കാം? ഉദാഹരണങ്ങൾ പഠിക്കാം. അപ്പം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്ന സാധനത്തിന് കുറച്ച് ഉദാഹരണങ്ങളാണ്. ഗ്ലൂക്കോസ്. എന്താ? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഗ്ലൂക്കോസ് പൊടിയൊക്കെ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലെ. അലിഞ്ഞു പോകുന്ന സാധനമാണ് അല്ലെ. അപ്പം കാർബോഹൈഡ്രേറ്റിന്റെ ഒരു ഉദാഹരണമാണ് എന്ത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. സോ ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ്. ഫ്രക്ടോസ് എന്താ വായിക്കുന്നത്? ഫ്രക്ടോസ്. അപ്പം ഗ്ലൂക്കോസ് ഉണ്ട്,
ഫ്രക്ടോസ് ഉണ്ട്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പഴങ്ങളില്ലേ മക്കളെ, പഴങ്ങളിലുള്ള മധുരം, അതിനെയാണ് നമ്മൾ ഫ്രക്ടോസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലുള്ള ആ ഒരു സ്വീറ്റ്നെസ് അത് തരുന്ന ആൾക്കാരാണ് എന്ത്, ഫ്രക്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പം ഗ്ലൂക്കോസ് പഠിച്ചു, ഫ്രക്ടോസ് പഠിച്ചു. ഇനി ഏതാ, സൂക്രോസ്. സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പഞ്ചസാരയാണ് കേട്ടോ, പഞ്ചസാര. അപ്പം സൂക്രോസ് പഠിച്ചു, ഫ്രക്ടോസ് പഠിച്ചു, ഗ്ലൂക്കോസ് പഠിച്ചു. പിന്നെ ഉള്ളതാണ് സ്റ്റാർച്ച്. എന്താ, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ, സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് എന്ത്, സെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഉദാഹരണങ്ങളാണ് പഠിക്കുന്നത്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. ഒന്നും കൂടെ എന്റെ കൂടെ പറഞ്ഞേ, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്. ഓക്കെ, അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റുകൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ആൻഡ് സൂക്രോസ്. ഓക്കെ, അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആരാണ്, ലിപ്പിഡുകളാണ് അല്ലെ. ഫസ്റ്റ് വൺ കാർബോഹൈഡ്രേറ്റ് ആയിരുന്നു, രണ്ടാമത്തത് ലിപ്പിഡുകളാണ്. ലിപ്പിഡുകള് രണ്ട് തരത്തില്, എണ്ണകളുമുണ്ട് കൊഴുപ്പുകളുമുണ്ട്, ഫാറ്റുമുണ്ട് ഓയിലുമുണ്ട്. എണ്ണകൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, എണ്ണയും കൊഴുപ്പും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എണ്ണയും കൊഴുപ്പും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? യെസ്. എണ്ണ എന്ന് പറയുന്നത് എന്താ, നമ്മൾ എണ്ണ കാണുന്നുണ്ട് അല്ലെ, നമ്മൾ ഹെയർ ഓയിൽ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. എങ്ങനെയാ എണ്ണ ഇരിക്കുന്നത്, ഒരു ലിക്വിഡ് അവസ്ഥയിലാണ് അല്ലെ, ദ്രാവകാവസ്ഥയിലാണ് എന്ത് കാണുക, എണ്ണകൾ കാണുക അല്ലെ, ദ്രാവകമായിട്ടായിരിക്കും. സാധാരണ താപനിലയിൽ അല്ലെ, സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ, സാധാരണ താപനിലയിൽ എന്തായിട്ടായിരിക്കും, ദ്രാവകാവസ്ഥയിലായിരിക്കും എണ്ണകൾ ഉണ്ടാവുക. അത് ഖരാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, ഒരു സോളിഡ് സ്റ്റേറ്റ് ആയിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ കൊഴുപ്പുകൾ എന്നാണ് പറയാം. അപ്പം ലിപ്പിഡിന്റെ ഉദാഹരണങ്ങളാണ് എണ്ണകളും കൊഴുപ്പുകളും. ഇനി നമ്മൾ പ്രോട്ടീനുകൾ, മൂന്നാമത്തെ മാംസ്യം അല്ലെ, മാംസ്യം, പ്രോട്ടീനുകളുടെ ഉദാഹരണമാണ് എൻസൈമുകൾ. നിങ്ങൾ എൻസൈമുകൾ എന്താന്ന് കേട്ടിട്ടുണ്ടോ? എൻസൈമുകൾ കേൾക്കാത്ത മക്കൾ പേടിക്കേണ്ട, നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് എൻസൈമുകൾ എന്ന്. നിങ്ങൾ ഇപ്പൊ പേര് മാത്രം ഒന്ന് കേട്ടിരിക്കുക. എൻസൈമുകളുണ്ട്, ഹോർമോണുകളുണ്ട്, എൻസൈമുകളുണ്ട്, ഹോർമോണുകളുണ്ട് ആൻഡ് ആന്റിബോഡീസ് ഉണ്ട്. ആന്റിബോഡീസ്. അപ്പം പ്രോട്ടീനിന്റെ ഉദാഹരണം എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് ആന്റിബോഡീസ്. അപ്പൊ നമ്മൾ പ്രോട്ടീൻ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡുകൾ. ന്യൂക്ലിക് ആസിഡുകൾ രണ്ട് തരത്തിലുണ്ട്, DNA-യും ഉണ്ട്, RNA-യും ഉണ്ട്. നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, DNA ടെസ്റ്റ് നടത്തുക, അല്ലെങ്കിൽ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം ന്യൂക്ലിക് ആസിഡിന്റെ ടൈപ്പുകളല്ലേ നമ്മൾ പഠിച്ചത്. ന്യൂക്ലിക് ആസിഡ് ഡിയോക്സി റൈബോ കേട്ടാ മതി, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതാണ് DNA. ആൻഡ് ഡിയോക്സി ഇല്ല, വെറും റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് RNA. അപ്പൊ ന്യൂക്ലിക് ആസിഡിന്റെ ടൈപ്പാണ് DNA-യും RNA-യും. അപ്പൊ നമ്മള് ബയോമോളിക്യൂളുകളും അതിന്റെ തരങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ മനസ്സിൽ, ഏതൊക്കെയായിരുന്നു ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട് അല്ലെ. ആൻഡ് കാർബോഹൈഡ്രേറ്റിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരുന്നു? സ്റ്റാർച്ച് ഉണ്ട്, സെല്ലുലോസ് ഉണ്ട്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ് അല്ലേ, ശരിയല്ലേ? ഇനി പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ എൻസൈമുകൾ ഉണ്ട്,
ഹോർമോണുകളുണ്ട്, ആന്റിബോഡികളുണ്ട്. ലിപ്പിഡ് ആണെന്നുണ്ടെങ്കിൽ എണ്ണകളും കൊഴുപ്പുകളും. ന്യൂക്ലിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ DNA-യും RNA-യും, അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും. ക്ലിയർ ആണോ? ബയോമോളിക്യൂളുകളുടെ വിവിധ തരങ്ങൾ പഠിച്ചോ നിങ്ങൾ? ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വന്നു അല്ലെ? വെരി ഗുഡ്. സോ ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാവുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തില് നമ്മൾ ജീവലക്ഷണങ്ങൾ അല്ലെ, എന്തൊക്കെയായിരുന്നു നമ്മൾ ജീവലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചത്? ചലനം, പ്രതികരണം അല്ലെ, ശ്വസനം, വിസർജനം, ദഹനം, ഇതൊക്കെ ജീവന്റെ ലക്ഷണങ്ങളാണ് അല്ലെ. അപ്പം ഇതിനൊക്കെ ആരാണ് സഹായിക്കുന്നത്? ബയോമോളിക്യൂളുകളും വേറെയും കുറച്ച് രാസഘടകങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ. ആൻഡ് ഒരു ജീവിയിൽ നടക്കുന്ന, ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റാർ ഇട്ട് പഠിക്കാം. ഇത് നിങ്ങൾക്ക് എപ്പോഴും വേണ്ട സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം. ഓക്കെ. ഇപ്പൊ ഇത് മെറ്റാബോളിസം തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നേരത്തെ ഉപാപചയം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപചയം അപചയം എന്നൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്താ പഠിക്കാനുള്ളത്? മെറ്റാബോളിസം. ഇപ്പൊ മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തില് എന്തൊക്കെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതിന് മൊത്തത്തിൽ അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഓരോ കോശത്തിലും എന്ത് നടക്കുന്നുണ്ട്? കുറേ അധികം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് അങ്ങനത്തെ രാസപ്രവർത്തനങ്ങളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്നത്? മെറ്റാബോളിസം. പേര് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണേ, മെറ്റാബോളിസം. ഈ മെറ്റാബോളിസം എന്ന് പറയുന്ന സാധനം രണ്ട് തരത്തിലുണ്ട്. അനാബോളിസവും ഉണ്ട്, പിന്നെ കാറ്റാബോളിസവും ഉണ്ട്. ഓക്കെ. അപ്പൊ മെറ്റാബോളിസം രണ്ട് തരത്തിലുണ്ട്, അനാബോളിസവും ഉണ്ട്, കാറ്റാബോളിസവും ഉണ്ട്. പേര് ഓർക്കാൻ എളുപ്പമല്ലേ? മെറ്റാബോളിസം മൊത്തത്തിൽ പറയുന്ന മെറ്റാബോളിസം, അങ്ങനെ ആലോചിച്ചാൽ മതി. മൊത്തത്തില് അല്ലെ, മൊത്തത്തിൽ ഈ രണ്ടിനും കൂടെ മൊത്തത്തിൽ പറയുന്ന പേരാണ് മെറ്റ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ. മൊത്തത്തിൽ പറയണത് മെറ്റ. അപ്പം മെറ്റാബോളിസത്തിന് രണ്ട് ടൈപ്പ് ഉണ്ട്, അനാബോളിസവും കാറ്റാബോളിസവും. അനാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഉണ്ടാക്കുക അല്ലെ, കൺസ്ട്രക്ഷൻ, നിർമ്മാണ പ്രക്രിയനെയാണ് എന്ത് പറയാ? അനാബോളിസം എന്ന് പറയാം. ഓക്കെ. നമ്മുടെ ശരീരത്തില് എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അനാബോളിസം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടില് എന്തൊക്കെ സാധനങ്ങൾ വേണം? ചിക്കൻ വേണം, ബിരിയാണി റൈസ് വേണം അല്ലെ, ക്യാരറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം, ഓയിൽ വേണം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കും അല്ലെ? നിങ്ങൾ ആലോചിക്കുക, ചിക്കൻ ബിരിയാണി ഉണ്ടെങ്കിൽ ചിക്കൻ വേണം അല്ലെ, ഇത് ചിക്കൻ. ബിരിയാണി റൈസ് വേണം, ക്യാരറ്റ് വേണം, ഓയിൽ വേണം, പിന്നെ കാഷ്യൂ നട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം അല്ലെ. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിപ്പോ ഇത് ചിക്കൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണ്ടേ? ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അല്ലെ? ചിക്കൻ ബിരിയാണി കിട്ടൂലേ? ഇങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി കിട്ടൂലേ മൊത്തത്തില്? ക്ലിയർ? അപ്പൊ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, ഓരോരോ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു വലിയൊരു സാധനം നിർമ്മിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ സിമ്പിൾ ആയിട്ട് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓരോരോ ചെറിയ സാധനങ്ങൾ കൂടി ചേർന്നിട്ടിട്ട് ഒരു വലിയൊരു തന്മാത്രയായിട്ട് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനാബോളിസം. ഞാൻ എപ്പോഴും ആലോചിക്കുക, ആന എന്ന് പറയുന്ന വലിയ സാധനം അല്ലേ, അപ്പൊ ആനയെ ഉണ്ടാക്കുക എന്നാണ് ഞാൻ ആലോചിക്കുക. അപ്പം നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ആനയെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരു വലിയൊരു സാധനം ഉണ്ടാക്കുകയാണ്. ചെറിയ യൂണിറ്റുകൾ കൂടിച്ചേർന്നിട്ട്, ചെറിയ ആൾക്കാർ കൂടിച്ചേർന്നിട്ട് ഒരു വലുതിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അനാബോളിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ? കറ്റാബോളിസം. കറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു വലിയൊരു തന്മാത്ര
വലിയൊരു മോളിക്യൂളിന് എന്ത് ചെയ്യാണ്? എന്താക്കിയിട്ട് മാറ്റും? ചെറുതായിട്ട് വിഘടിപ്പിക്കും. ഓക്കെ, അപ്പൊ ഇത് വലിയൊരു സാധനമായിരിക്കും. നമ്മൾ അതിനെ എന്ത് ചെയ്യും? പൊടിച്ചിട്ട് ഇതിപ്പോ ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് അല്ലെ, ഇതൊരു ഗ്ലാസ്, വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. ഈ കുപ്പി ഗ്ലാസിന്റെ ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോ. ഈ ഗ്ലാസ് പൊട്ടി കഴിഞ്ഞാല് ചില്ല് കഷ്ണങ്ങളായിട്ട് സെപ്പറേറ്റ് ആവും അല്ലെ. അപ്പം ഒന്നിനെ വിഘടിപ്പിച്ചിട്ട് ചെറുതുകളായിട്ട് മാറുന്നതിനാണ് എന്ത് പറയാ മക്കളെ? കറ്റാബോളിസം എന്ന് പറയാ. അപ്പൊ എന്താ നമ്മൾ പഠിച്ചത്? അനാബോളിസവും ഉണ്ട്, കറ്റാബോളിസവും ഉണ്ട്. അനാബോളിസം എന്ന് പറയുന്നത് എന്താണ്? നിർമ്മാണ പ്രക്രിയയാണ്. കറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഘടനമാണ് അല്ലെ, വിഘടനം. ക്ലിയർ? യെസ്. സോ ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ, ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റാബോളിസം എന്ന് പറയുന്നു. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ എന്താ വിളിക്കുന്നത്? മെറ്റാബോളിസം. മെറ്റാബോളിസത്തെ രണ്ടായി തിരിക്കാം അല്ലെ. നമ്മൾ പഠിച്ചു അനാബോളിസവും കറ്റാബോളിസവും. തന്മാത്രകളെ കൂടിച്ചേർക്കുന്ന അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന കറ്റാബോളിസവും അല്ലെ. നമ്മൾ കണ്ടു അല്ലെ, തന്മാത്രകൾ, കുറെ കുഞ്ഞു തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് വലിയ തന്മാത്ര ഉണ്ടാകുന്ന ഒരു നിർമ്മാണ പ്രക്രിയ അല്ലെ, അതിനെയാണ് അനാബോളിസം എന്ന് പറയുന്നത്. കറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഘടനം അല്ലെ. വലിയൊരു തന്മാത്രനെ എന്ത് ചെയ്യും? വിഘടിപ്പിച്ചിട്ട് ചെറുതായിട്ട് മാറ്റുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? കറ്റാബോളിസം എന്ന് പറയുന്നത്. അപ്പം മെറ്റാബോളിസം എന്ന് പറയുന്നത് നിർമ്മാണ പ്രക്രിയയും വിഘടന പ്രക്രിയയും ഉൾപ്പെടുന്നതാണ് അല്ലെ. അതാണ് അനാബോളിസവും കാറ്റാബോളിസവും. ഓക്കെ, ഇനി മെറ്റാബോളിസത്തിനെ രണ്ടാക്കി തിരിക്കാം. ഈ ചാർട്ട് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. മെറ്റാബോളിസത്തിനെ രണ്ടാക്കി തിരിക്കാം. അനാബോളിസവും ഉണ്ട്, കാറ്റാബോളിസവും ഉണ്ട് അല്ലെ. അപ്പൊ മെറ്റാബോളിസം രണ്ട് തരത്തില്, അനാബോളിസവും ഉണ്ട്, കാറ്റാബോളിസവും ഉണ്ട്. കാറ്റാബോളിസത്തിൽ എന്താ എഴുതിയിട്ടുള്ളത്? പ്രോട്ടീനിന്റെ വിഘടനം. കാറ്റാബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിഘടന പ്രക്രിയയാണ് അല്ലെ. അപ്പം പ്രോട്ടീനിന്റെ വിഘടനമാണ് കാറ്റാബോളിസം. പ്രോട്ടീൻ വിഘടിച്ചിട്ട് എന്തായിട്ട് മാറും? അമിനോ ആസിഡുകളായിട്ട് മാറും. പ്രോട്ടീന്റെ വിഘടനം നടന്നിട്ട് അമിനോ ആസിഡുകളായിട്ട് മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ മക്കളെ? ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം ഇല്ലേ, നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ പഠിച്ചില്ലേ, ബയോമോളിക്യൂള്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, അങ്ങനെ പഠിച്ചില്ലേ. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിനെ ഞാൻ എ എഴുതുന്നുണ്ടേ, അമിനോ ആസിഡ്. ഓക്കെ, അല്ലെങ്കിൽ ആ അമിനോ ആസിഡിനെ ഞാൻ അമിനോ ആസിഡ് എ എഴുതി. ഇങ്ങനെ കുറെ അമിനോ ആസിഡ് എന്ത് ചെയ്തിട്ടുണ്ട്? കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു അമിനോ ആസിഡ് വേറൊന്നിന്റെ കൈ പിടിച്ചു, അയാൾ വേറൊന്നിന്റെ, ഇങ്ങനെ ചെയിൻ ആയിട്ട് ഇങ്ങനെ അമിനോ ആസിഡ് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്താ പറയാ? പ്രോട്ടീൻ എന്നാ പറയാ. അപ്പൊ ഇതെന്താണ്? പ്രോട്ടീനിന്റെ ഒരു രൂപം. ഇങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. ഈ പ്രോട്ടീനെ നമുക്ക് വിഘടിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരിങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന സംഭവം നമുക്ക് എന്ത് ചെയ്യണം? മുറിച്ചു കളയണം. ഓക്കെ, ഇത് മുറിച്ചു കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓരോ അമിനോ ആസിഡും ഓരോന്നായിട്ട് മാറും. അപ്പൊ പ്രോട്ടീൻ ആയിരുന്നു. ഈ പ്രോട്ടീൻ എന്ത് ചെയ്യാണ്? ഈ കൈ പിടിച്ച് നിൽക്കുന്ന എന്താണ്? നമ്മൾ മുറിച്ച് കളയുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് വിഘടിച്ചിട്ട് ഓരോരോ അമിനോ ആസിഡ് ആയിട്ട് മാറും. മനസ്സിലായോ? ഇത് സെപ്പറേറ്റ് ആയിട്ട് വെറും അമിനോ ആസിഡ് അല്ലെ, കൈയൊന്നും പിടിക്കാൻ ആരും ഇല്ലാത്ത വെറും അമിനോ ആസിഡ് ആയിട്ട്. കൈയൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഇത് പ്രോട്ടീൻ ആണ് അല്ലെ. ഇതിന് വിഘടനം സംഭവിക്കുന്ന സമയത്ത് ഇത് ആരായിട്ട് മാറി? അമിനോ ആസിഡ് ആയിട്ട് മാറി. അതാണ് പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. അതാണ് പ്രോട്ടീൻ വിഘടനം. ഓക്കെ, ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ്? അനാബോളിസം ആണ്. അതിനൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പം അനാബോളിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഇവിടെ ഒരു ഉദാഹരണമാണ് അല്ലെ, പ്രോട്ടീൻ വിഘടനം തന്ന. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെഴുതാം? ഗ്ലൂക്കോസ് നിർമ്മാണം അല്ലെ. ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്ന ഏതൊരു സാധനവും അല്ലെ, നിർമ്മാണ പ്രക്രിയയാണ് അനാബോളിസം.
വിഘടന പ്രക്രിയയാണ് കാറ്റാബോളിസം. അപ്പം ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഗ്ലൂക്കോസ് നിർമ്മാണം എന്ന് പറയുന്നത് അനാബോളിസം ആണ്. എങ്ങനെയാ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്? പ്ലാന്റ്സുകളാണ് അല്ലെ, സസ്യങ്ങളാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യും അവര്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ചെടികളിൽ ഒരു ക്ലോറോഫിൽ ഉണ്ട് അല്ലെ, ഹരിതകമുണ്ട് അല്ലെ, അതിന്റെ ഇതിൽ എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസ് നിർമ്മിക്കും. അതെന്ന് പറയുന്നത് എന്തിന്റെ ഉദാഹരണമാണ്? അനാബോളിസത്തിന്റെ ഉദാഹരണമാണ് അല്ലെ. നിർമ്മിക്കുന്ന കാര്യം അനാബോളിസമാണ്, വിഘടിപ്പിക്കുന്നത് എന്താണ്? കറ്റാബോളിസമാണ്. അപ്പം നിങ്ങൾക്ക് അനാബോളിസവും കറ്റാബോളിസവും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് അനാബോളിസമാണ്, വിഘടന പ്രക്രിയ എന്ന് പറയുന്നത് കറ്റാബോളിസമാണ്. ഇനി അനാബോളിസം പ്ലസ് കറ്റാബോളിസത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മെറ്റാബോളിസം അല്ലേ. നമ്മുടെ ശരീരത്തിൽ അനാബോളിസവും നടക്കുന്നുണ്ട്, കറ്റാബോളിസവും നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പ്രോട്ടീനിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ, പ്രോട്ടീനിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞ സമയത്ത് എൻസൈമുകൾ പറഞ്ഞു, ഹോർമോണുകൾ പറഞ്ഞു, ആന്റിബോഡികൾ പറഞ്ഞു അല്ലെ. എൻസൈം പറഞ്ഞു, ഹോർമോൺ പറഞ്ഞു, ആന്റിബോഡികൾ പറഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് വൺ എൻസൈമുകൾ. എന്താണ് എൻസൈമുകൾ? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. ഓക്കെ, ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങൾ. അപ്പൊ നമ്മുടെ ശരീരത്തില് അസംഖ്യം രാസപ്രവർത്തനങ്ങൾ അല്ലെ. ഞാനിപ്പോ സംസാരിക്കുമ്പോ പോലും എന്റെ ശരീരത്തിൽ ഇഷ്ടം പോലെ എന്ത് നടക്കുന്നുണ്ട്? രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെ നടക്കുന്നുണ്ട്? എന്റെ ഫുഡ്, ഞാൻ കഴിച്ച ഭക്ഷണം, ഞാൻ ഉച്ചയ്ക്ക് എന്താണോ കഴിച്ചത് അല്ലെങ്കിൽ രാവിലെ എന്താണോ കഴിച്ചത്, അതിന്റെ ഡൈജഷൻ നടക്കുന്നുണ്ടാവും അല്ലെ. നമ്മുടെ ബ്രെയിൻ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പം എന്റെ കൈയും കാലൊക്കെ അനങ്ങുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് കുറെ എഫേർട്ടുകൾ അല്ലെ. അപ്പം ഇങ്ങനെ നമ്മുടെ ശരീരത്തില് ഇഷ്ടം പോലെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിന്റെ സ്പീഡില്ലേ മക്കളെ, അത് സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? എൻസൈമുകൾ. ഈ എൻസൈമുകൾ മിക്കവറും ആരായിരുന്നു? പ്രോട്ടീനുകളായിരുന്നു അല്ലെ. നമ്മൾ ബയോമോളിക്യൂൾസ് പഠിച്ച സമയത്ത് പഠിച്ചു. എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീനിന്റെ ഉദാഹരണമായിട്ടാണ് എൻസൈമുകൾ പഠിച്ചത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? എൻസൈമുകൾ. ക്ലിയർ ആണോ? യെസ്. കുറെ ഉദാഹരണങ്ങൾ എൻസൈംസിന് പറയുന്നുണ്ട്. ഉമിനീരിലെ സലൈവറി അമിലേസ്. ഇപ്പൊ നിങ്ങൾ പേര് പഠിച്ചാൽ മതി. അടുത്ത ചാപ്റ്റർ പോഷക സംവഹനവും ദഹന വ്യവസ്ഥയും ഒക്കെ നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പേരുകൾ ഓർത്തിരിക്കാം. സലൈവറി അമിലേസ്. ഓക്കെ, സലൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? സലൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമിനീരാണ് കേട്ടോ. നമ്മുടെ വായിലുള്ള ഉമിനീരിനെയാണ് സലൈവ എന്ന് പറയുന്നത്. അപ്പം ആ ഉമിനീരില് ഒരു ഘടകമാണ് എന്ത്? സലൈവറി അമിലേസ്. സലൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷില് സലൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമിനീരാണ്. ഉമിനീരിലുള്ള ഒരു ഘടകമാണ് സലൈവറി അമിലേസ്. അപ്പം ഈ സലൈവറി അമിലേസ് ആണ് വായിൽ വെച്ചിട്ടുള്ള ദഹനം എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആൾക്കാരല്ലേ, സഹായിക്കുന്ന തന്മാത്രകളല്ലേ എൻസൈമുകൾ. അപ്പം ദഹനം എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് ഉമിനീരിലെ സലൈവറി അമിലേസ്. വേറെയും ഉണ്ട്. ആമാശയത്തില് പെപ്സിൻ ഉണ്ട്. ആമാശയത്തിലെ പെപ്സിൻ. ആമാശയം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മളെ വായിലൂടെ ഭക്ഷണം എന്ത് ചെയ്യും? അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തും. ആമാശയത്തില് കുറെ രാസപ്രവർത്തനങ്ങൾ നടക്കും. അതിനു വേണ്ടിയിട്ട് ആമാശയത്തില് എൻസൈമുകൾ ഉണ്ട്. ഓക്കെ, ആ എൻസൈമുകളുടെ ഒരു ഉദാഹരണമാണ് പെപ്സിൻ. അപ്പൊ നമ്മൾ സലൈവറി അമിലേസും പഠിച്ചു, പെപ്സിനും പഠിച്ചു. അപ്പൊ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ എൻസൈമുകൾക്ക് പഠിച്ചു. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഉദാഹരണങ്ങൾ ഓർത്തു വെക്കുക. ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയത്തിലെ പെപ്സിനും എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഹോർമോണുകൾ. അപ്പം എൻസൈം ആരുടെ ഉദാഹരണമാണെന്ന് പറഞ്ഞു? പ്രോട്ടീന്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഹോർമോണുകളാണ്.
ഹോർമോണുകൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഹോർമോണുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൺട്രോൾ ചെയ്യുക അല്ലെ. നമ്മൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രവർത്തനങ്ങൾ കുറഞ്ഞും പോവാതെ എല്ലാത്തിനെയും നിയന്ത്രിച്ചിട്ട് ഏകോപിപ്പിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഏകോപനം നടത്തിയിട്ട് ഒക്കെ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്? ഹോർമോണുകളാണ്. ഓക്കെ, അപ്പം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളാണ് ഹോർമോണുകൾ. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ആരാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? എൻഡോക്രൈൻ ഗ്രന്ഥികളുണ്ട്. ഓക്കെ, എൻഡോക്രൈൻ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയാ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പം ഹോർമോൺ ഉണ്ടാക്കുന്ന ആൾക്കാരെ എന്താ പറയാ? നമ്മുടെ ശരീരത്തിലുള്ള ഗ്രന്ഥികൾ എന്ത് പേരിലാ പറയാ? എൻഡോക്രൈൻ ഗ്രന്ഥികൾ എന്നാണ് പറയാ. അപ്പൊ നമ്മുടെ ശരീരത്തില് ഹോർമോണുകളാണ് എല്ലാ ജീവൽ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അവ ഉണ്ടാക്കുന്നത് ആരാണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ആൻഡ് അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കാനുണ്ട്. ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ. ഈ 3 ഹോർമോണിന്റെയും പേരുകള് മക്കള് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാ? ടെസ്റ്റോസ്റ്റിറോൺ, ടെസ്റ്റോസ്റ്റിറോൺ, ടെസ്റ്റോസ്റ്റിറോൺ. പിന്നെയോ ഈസ്ട്രോജൻ, ഈസ്ട്രോജൻ. പിന്നെയോ പ്രൊജസ്ട്രോജൻ. അപ്പം ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, ഈസ്ട്രോജൻ ഉണ്ട്, പ്രൊജസ്ട്രോജൻ ഉണ്ട്. ഇതില് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺ ആണ്. ആൺകുട്ടികളിലാണ് അത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, ഈസ്ട്രജനും ഉണ്ട്, പ്രൊജസ്ട്രജനും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് 3 നിങ്ങൾക്ക് ഹോർമോണിന്റെ ഉദാഹരണമായിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഈ 3 ഹോർമോണും എന്ത് ജോലിയെ ശരീരത്തിൽ ചെയ്യുന്നത്? അവ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ്. ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ. ക്ലിയർ ആണോ മക്കളെ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇൻട്രഡക്ഷൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റി അറിയാനുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയും അല്ലെങ്കിൽ ഓരോ കോശത്തിനകത്തു നിന്നും പുറത്തേക്കും അല്ലെങ്കിൽ കോശത്തിന്റെ പുറത്തു നിന്നും അകത്തേക്കും ഒക്കെ സംഭവങ്ങൾ, സാധനങ്ങൾ, രാസതന്മാത്രകൾ ആരൊക്കെയാണ് ഇതിന് സഹായിക്കുന്നത്? ഈ ഒരു സംവഹനത്തിന് സഹായിക്കുന്നത് ആരൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം എന്താണ്? എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നമുക്ക് അത് വേറൊരു സെഷനിൽ പഠിക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത്? ബയോമോളിക്യൂളുകൾ എന്താന്ന് പഠിച്ചു. ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട് അല്ലെ. അതിന്റെ ഉദാഹരണം പഠിച്ചു. ഫസ്റ്റ് തന്നെ നമ്മൾ കോശം എന്താന്നാ പഠിച്ചല്ലേ. കോശം പഠിച്ചു, ബയോമോളിക്യൂളുകൾ പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? മെറ്റാബോളിസം പഠിച്ചു അല്ലെ. ഇതിനകത്ത് ബയോമോളിക്യൂളുകളുടെ ടൈപ്പിൽ വരുന്ന എൻസൈംസും ഹോർമോൺസും എന്താണെന്ന് നമ്മൾ പ്രത്യേകം പഠിച്ചു. എൻസൈമുകൾക്ക് ഉദാഹരണമായിട്ട് സലൈവറി അമിലേസും, അത് ഉമിനീരിലാണ് കാണുന്നത്, ആമാശയത്തിലുള്ള പെപ്സിനും പഠിച്ചു. ഇനി ഹോർമോണുകൾക്ക് ഉദാഹരണമായിട്ട് എന്താ പഠിച്ചത്? ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ പഠിച്ചു, ഈസ്ട്രോജൻ പഠിച്ചു, പ്രൊജസ്ട്രോൺ പഠിച്ചു. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.